സഅയ് കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് സയ്യും കഴിഞ്ഞ് അല്ലെങ്കിൽ സഅയിനിടയിൽ സഫയിലും മറുവയിലും നിന്ന് പ്രാർത്ഥിക്കേണ്ട പല കാര്യങ്ങളും പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം ലഭിക്കാതെ പലപ്പോഴും നല്ല തിരക്കുള്ള സമയത്തൊക്കെ പോലീസുകാർ അവിടെ നിൽക്കാൻ സമ്മതിക്കാറില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ നടന്നുകൊണ്ട് സഫയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറവയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ നടന്നുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലാമോ എന്നാണ് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നത്. സഫയുടെ മുകളിൽ കയറിക്കൊണ്ടുള്ള പ്രാർത്ഥന, തക്ബീർ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ദിക്റുകളൊക്കെ ചെല്ലുക, ഇതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ്. കാബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സഫയുടെ മുകളിൽ നിന്നും അതുപോലെ മറുവയുടെ മുകളിൽ നിന്നുകൊണ്ടും നമ്മുടെ പ്രാർത്ഥന വളരെ പ്രതിഫലാർഹമാണ്, പുണ്യകരമാണ്. എന്നാൽ പോലീസുകാരൻ അവിടെ നിൽക്കാൻ അനുവദിക്കാത്തത് അദ്ദേഹത്തിന് നമ്മളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് നമ്മെപ്പോലെയുള്ള മനുഷ്യന്മാർ അവിടെ വന്ന് കയറുമ്പോൾ ആളുകൾ പരസ്പരം തിരക്കുകയും ഉന്തും തള്ളും ഉണ്ടാക്കുകയും ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അത് കുറ്റകരമാണ്. അതിന് നമ്മൾ പോലീസുകാരന്റെ ആ കൺട്രോളിങ്ങിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാതെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ദിക്റും ദ്വായും ചൊല്ലി നമ്മൾ അവിടെ വാശി പിടിച്ച് നിൽക്കുന്ന കുറ്റകരമാണ്. അതേ സ്ഥാനത്ത് നമുക്ക് അവിടെ നടന്നുകൊണ്ട് ആ ദിക്റുകൾ ചെല്ലുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആ ദിക്റുകളൊക്കെ നമുക്ക് നടന്നുകൊണ്ട് പറ്റാവുന്ന അത്ര ചെല്ലാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സഫയുടെ മുകളിൽ നിന്ന് കീപ്പോട്ട് ഇറങ്ങിയേക്കാം, അതിനൊന്നും കുഴപ്പമില്ല, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളൊരു നല്ല കാര്യം ഉദ്ദേശിച്ചു, അത് ചെയ്യാൻ നമുക്ക് അവസരം ഇതൊക്കെ തരുന്നത് അള്ളയാണല്ലോ. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൽഖുൽ ഖുദ്റത്തി അല ത്വാഅ എന്നാണ്. അള്ളാഹ്ക്ക് ഒരു വഴിപ്പെടൽ നിർവഹിക്കാനുള്ള കഴിവ് അള്ളാഹ് നമ്മിൽ നൽകുക എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ സഫയുടെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര സമയം നിൽക്കാൻ അവിടെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയില്ല, അവൻ അവിടെ അവസരം നൽകിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ വിധിക്ക് നമ്മൾ വഴങ്ങിക്കൊണ്ട് നമ്മളൊരു വിനയാനിതനായ അടിമയായിക്കൊണ്ട് സങ്കടമില്ലാതെ സന്തോഷത്തോടെയാണ് അവിടെ നീങ്ങുന്നത്. ഒരു കുറവും അവിടെ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് നടന്നുകൊണ്ട് നമ്മുടെ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു അഅലം.